ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് സീരീസ് റിവിഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാലും എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, വാമനൻ്റെ ആയുധം എന്താണ്? വാമനൻ്റെ ആയുധം കുടയാണ്. അപ്പോൾ വാമനൻ്റെ ആയുധം ഏതാണ് വാമനൻ്റെ ആയുധം? വാമനൻ്റെ ആയുധം കുടയാണ്. അടുത്ത്, ശ്രീരാമൻ്റെ ആയുധം ഏത്? ശ്രീരാമൻ്റെ ആയുധം വില്ലാണ്. ആ വില്ലിൻ്റെ പേരെന്താണ്? കോദണ്ഡം എന്നാണ് വില്ലിൻ്റെ പേര്. അപ്പോൾ ശ്രീരാമൻ്റെ ആയുധം അത് വില്ലാണ്. വില്ലിൻ്റെ പേരെന്താണ്? കോദണ്ഡം എന്നാണ് വില്ലിൻ്റെ പേര്. അടുത്ത്, ബലരാമൻ്റെ ആയുധം എന്ത്? അത് ഹലായുധമാണ്. അപ്പോൾ ബലരാമൻ്റെ ആയുധം എന്താണ്? ഹലായുധമാണ് ബലരാമൻ്റെ ആയുധമെന്ന് പറയുന്നത്. അടുത്ത്, പരശുരാമൻ്റെ ആയുധം എന്താണ്? മഴുവാണ്. എല്ലാവർക്കും അറിയാം പരശുരാമൻ്റെ ആയുധം എന്താണ്? മഴുവാണ് പരശുരാമൻ്റെ ആയുധമെന്ന് പറയുന്നത്. അപ്പോൾ പരശുരാമൻ്റെ ആയുധം എന്താണ്? മഴുവാണ്. അടുത്ത്, കൽക്കിയുടെ ആയുധം എന്ത്? കൽക്കിയുടെ ആയുധം എന്താണ്? വാളാണ്. അപ്പോൾ കൽക്കിയുടെ ആയുധം എന്താണ്? വാളാണ് കൽക്കിയുടെ ആയുധം. കൽക്കിയുടെ ആയുധം ഏതാണ്ട? വാളാണ്. അടുത്ത്, മത്സ്യാവതാരം നടന്ന ദിനം എന്നാണ് മത്സ്യാവതാരം നടന്നത്? ചൈത്രമാസം കൃഷ്ണപക്ഷ ത്രയോദശിയിലാണ് ഈ ഒരു മത്സ്യാവതാരം നടന്നത്. അപ്പോൾ എന്നാണ് മത്സ്യാവതാരം നടന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? ചൈത്രമാസം കൃഷ്ണപക്ഷ ത്രയോദശയിലാണ് മത്സ്യ അവതാരം നടന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം, അടുത്ത പേജിൽ പോവാം. അപ്പോൾ വാമനൻ്റെ ആയുധം കുടയാണ്. ശ്രീരാമൻ്റെ ആയുധം കോദണ്ഡം എന്ന് പറയുന്ന വില്ലാണ്. ബലരാമൻ്റെ ആയുധം ഏതാണ്? അത് ഹലായുധമാണ്. പരശുരാമൻ്റെ ആയുധം അത് മഴുവാണ്. കൽക്കിയുടെ ആയുധം ഏതാണ്? കൽക്കിയുടെ ആയുധം വാളാണ്. അടുത്ത് ലാസ്റ്റ് പറഞ്ഞത് മത്സ്യാവതാരം നടന്ന ദിനം എന്നാണ്? ചൈത്രമാസം കൃഷ്ണപക്ഷ ത്രയോദശയിലാണ് മത്സ്യാവതാരം നടന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, കൂർമാവതാരം നടന്ന ദിനം. അപ്പോൾ നമ്മുടെ മത്സ്യം കഴിഞ്ഞ് ഏത് അവതാരമാണ്? കൂർമാവതാരം എന്നാണ്? ജ്യേഷ്ഠമാസം കൃഷ്ണപക്ഷ ത്രയോദശിയിലാണ്. അപ്പോൾ കൂർമാവതാരം എന്നാണ്? ജ്യേഷ്ഠമാസം കൃഷ്ണപക്ഷ ത്രയോദശിയിലാണ് കൂർമാവതാരം നടന്നത്. അടുത്ത്, വരാഹ അവതാരം നടന്ന ദിനം. അത് ചൈത്രമാസ കൃഷ്ണപക്ഷ പഞ്ചമിയിലാണ്. അപ്പോൾ വരാഹ അവതാരം നടന്നതെന്നാണ്? ചൈത്രമാസ കൃഷ്ണപക്ഷ പഞ്ചമിയിലാണ് വരാഹ അവതാരം നടന്നത്. അപ്പോൾ വരാഹ അവതാരം എന്ന് നടന്നു? ചൈത്രമാസ കൃഷ്ണപക്ഷ പഞ്ചമിയിൽ വരാഹ അവതാരം നടന്നു. അടുത്ത്, നരസിംഹ അവതാരം നടന്ന ദിനം. അത് വൈശാഖത്തിൽ ശുക്ലപക്ഷ ചതുർദശിയിലാണ് ഈ ഒരു നരസിംഹാവതാരം നടന്നത്. ഇത് കുറച്ച് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുക, അല്ലെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക. ഇത് കുറച്ച് കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ നരസിംഹ അവതാരം നടന്ന ദിനം എന്നാണ്? വൈശാഖത്തിൽ ശുക്ലപക്ഷ ചതുർദശിയിലാണ് നരസിംഹാവതാരം നടന്നത്. അപ്പോൾ നരസിംഹാവതാരം നടന്നത് എന്നാണ്? വൈശാഖത്തിൽ ശുക്ലപക്ഷ ചതുർദശിയിൽ. അടുത്ത്, വാമന അവതാരം നടന്ന ദിനം എന്നാണ്? വാമന അവതാരം നടന്ന ദിനം പ്രോഷ്ഠപദ ശുക്ലപക്ഷ ദ്വാദശിയിലാണ്. അപ്പോൾ നമ്മുടെ വാമനൻ്റെ ആ ഒരു അവതാരം നടന്നതെന്നാണ്? പ്രോഷ്ഠപദ ശുക്ലപക്ഷ ദ്വാദശിയിലാണ് വാമന അവതാരം നടന്നത്. അടുത്ത്, നമ്മുടെ പരശുരാമ അവതാരം അതെന്നാണ് നടന്നത്? മാർഗശീർഷ. പരശുരാമൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ആ ഒരു വാക്ക് ഓർമ്മിച്ചാൽ മതി. മാർഗശീർഷ. പരശുരാമ അവതാരം നടന്നത് മാർഗശീർഷ കൃഷ്ണപക്ഷ ദ്വിതീയയിലാണ് പരശുരാമ അവതാരം നടന്നത്. അപ്പോൾ പരശുരാമ അവതാരം നടന്നത് മാർഗശീർഷ കൃഷ്ണപക്ഷ ദ്വിതീയയിലാണ്. അടുത്ത്, ശ്രീരാമ അവതാരം നടന്ന ദിനം. അത് നമുക്ക് ഏകദേശം അറിയാവുന്നതാണ്. ചൈത്രമാസ ശുക്ലപക്ഷ നവമിയിലാണ്. അപ്പോൾ ശ്രീരാമ അവതാരം നടന്നതെന്നാണ്? ചൈത്രമാസ ശുക്ലപക്ഷ നവമിയിലാണ് ശ്രീരാമ അവതാരം നടന്നത്. അപ്പോൾ ശ്രീരാമ അവതാരം നടന്നത് ചൈത്രമാസ ശുക്ലപക്ഷ നവമിയിലാണ്. അടുത്ത്, ബാലഭദ്ര അവതാരം നടന്ന ദിനം. അത് വൈശാഖത്തിലെ ശുക്ലപക്ഷ തൃതീയയിലാണ്. അപ്പോൾ ബാലഭദ്ര അവതാരം നടന്ന ദിനം എന്നാണ്? വൈശാഖത്തിൽ ശുക്ലപക്ഷ തൃതീയയിലാണ്. അപ്പോൾ ബാലഭദ്ര അവതാരം നടന്നത് വൈശാഖത്തിൽ ശുക്ലപക്ഷ തൃതീയയിലാണ്. അപ്പോൾ ഇത്രയൊന്നും കൂടി നോക്കാം.
കൂർമ്മ അവതാരം നടന്നത് ജ്യേഷ്ഠമാസ കൃഷ്ണപക്ഷ ത്രയോദശിയിലാണ്. വരാഹ അവതാരം നടന്നത് ചൈത്രമാസ കൃഷ്ണപക്ഷ പഞ്ചമിയിലാണ്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ നരസിംഹാവതാരമാണ്. എന്നാണ് വൈശാഖത്തിലെ ശുക്ലപക്ഷ ചതുർദശിയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് വാമനാവതാരമാണ്. എന്നാണ് വാമനാവതാരം പ്രോഷ്ഠപദ ശുക്ലപക്ഷ ദ്വാദശിയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പരശുരാമ അവതാരം പറഞ്ഞെന്നാണ് മാർഗശീർഷ കൃഷ്ണപക്ഷ ദ്വിതീയയിലാണ് പരശുരാമ അവതാരം നടന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീരാമ അവതാരത്തിൻ്റെ ദിനമെന്നാണ് ചൈത്രമാസ ശുക്ലപക്ഷ നവമിയിലാണ് ശ്രീരാമ അവതാരം നടന്നത്. അത് ലാസ്റ്റ് പറഞ്ഞതാണ് ബാലഭദ്ര അവതാരമാണ്. അത് വൈശാഖത്തിൽ ശുക്ലപക്ഷ തൃതീയയിലാണ്. അടുത്ത നമ്മൾ പറയേണ്ടത് ഏതാണ്? നമ്മുടെ ഏത് അവതാരമായിരിക്കും? ശ്രീകൃഷ്ണ അവതാരമാണ്. അപ്പോൾ അടുത്ത ചോദ്യമാണ് ശ്രീകൃഷ്ണ അവതാരം നടന്ന ദിനം. അത് പ്രോഷ്ഠപദ കൃഷ്ണാഷ്ടമിയിലാണ്. സിമ്പിളാണ്. അപ്പോൾ ശ്രീകൃഷ്ണ അവതാരം നടന്ന എന്നാണ് പ്രോഷ്ഠപദ കൃഷ്ണാഷ്ടമിയിലാണ് ശ്രീകൃഷ്ണ അവതാരം നടന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ദിനം എന്നാണ് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിനത്തിൽ. ഇത് നമ്മൾ ഈ ചോദ്യങ്ങളൊന്നും നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, നമ്മൾ പുതിയതായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ദിനം എന്നാണ് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിനത്തിൽ. അടുത്ത് ശിവരാത്രി ആഘോഷിക്കുന്ന ദിനം മേടമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിനം. അപ്പോൾ ശിവരാത്രി ആഘോഷിക്കുന്ന ദിനം എന്നാണ് മേടമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിനത്തിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. അടുത്ത് കൽക്കി അവതാരം നടക്കുവാൻ പോകുന്ന ദിവസം. എപ്പോഴാണ് കൽക്കി അവതാരം അവതരിക്കുന്നത് എന്നാണ് പ്രോഷ്ഠപദ ശുക്ലപക്ഷ ദ്വിതീയയിലാണ് കൽക്കി അവതാരം നടക്കാൻ പോകുന്നത്. അപ്പോൾ കൽക്കി അവതാരം നടക്കുവാൻ പോകുന്ന ദിനമെന്നാണ് പ്രോഷ്ഠപദ ശുക്ലപക്ഷ ദ്വിതീയയിലാണ്. അടുത്ത് വിഷു ആഘോഷം ഏത് മാസത്തിൽ എന്നാണ് മേടമാസം 1-ാം തീയതിയാണ് വിഷു ആഘോഷം നടക്കുന്നത്. അപ്പോൾ വിഷു ആഘോഷം എന്നാണ് മേടമാസം 1-ാം തീയതി. അടുത്ത് വൈശാഖ പുണ്യകാലം തുടങ്ങുന്നത് എപ്പോഴാണ്? വൈശാഖ പുണ്യകാലം തുടങ്ങുന്നത് എപ്പോഴാണ്? മേടത്തിലെ കറുത്ത വാവ് മുതലാണ് വൈശാഖ പുണ്യകാലം തുടങ്ങുന്നത്. അപ്പോൾ വൈശാഖ പുണ്യകാലം എപ്പോൾ തുടങ്ങുന്നു? മേടത്തിലെ കറുത്ത വാവ് മുതലാണ് വൈശാഖ പുണ്യകാലം തുടങ്ങുന്നത്. അടുത്ത് രാമായണ മാസ ആചരണം ഏത് മാസത്തിലാണ്? എല്ലാവർക്കും അറിയാം. എന്നാണ് കർക്കിടക മാസത്തിലാണ് നമ്മൾ രാമായണ മാസാചരണം നടത്തുന്നത്. അറിയാമല്ലോ, കർക്കിടക കഞ്ഞി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചോദ്യം ഒന്നുകൂടി നോക്കാം. കൃഷ്ണാവതാരം നടന്നത് പ്രോഷ്ഠപദ കൃഷ്ണാഷ്ടമിയിലാണ്. വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിനത്തിലാണ്. ശിവരാത്രി ആഘോഷിക്കുന്നത് എന്നാണ് മേടമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിനത്തിലാണ്. കൽക്കി അവതാരം നടക്കുവാൻ പോകുന്നത് പ്രോഷ്ഠപദ ശുക്ലപക്ഷ ദ്വിതീയയിലാണ്. അടുത്ത വിഷു ആഘോഷം ഏത് മാസത്തിലാണ്? മേടം 1-ാം തീയതിയാണ്. വൈശാഖ പുണ്യകാലം തുടങ്ങുന്നത് എപ്പോഴാണ്ടാ? മേടത്തിലെ കറുത്ത വാവ് മുതലാണ് വൈശാഖ പുണ്യകാലം തുടങ്ങുന്നത്. രാമായണ മാസ ആചരണം ഏത് മാസത്തിലാണ്? കർക്കിടക മാസത്തിലാണ് രാമായണ മാസ ആചരണം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ഓണാഘോഷം ഏത് മാസത്തിലാണ്? നമുക്ക് എല്ലാവർക്കും ഓണാഘോഷം എന്നാണ് ചിങ്ങമാസത്തിലാണ് നമ്മൾ ഓണാഘോഷം കൊണ്ടാടുന്നത്. അപ്പോൾ ഓണാഘോഷം ഏത് മാസത്തിലാണ്? ചിങ്ങമാസത്തിലാണ്. നവരാത്രി മഹോത്സവം ഏത് മാസത്തിൽ ആരംഭിക്കുന്നു? കന്നിമാസത്തിലാണ് നവരാത്രി മഹോത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ നവരാത്രി മഹോത്സവം ഏത് മാസത്തിൽ ആരംഭിക്കുന്നു? കന്നിമാസത്തിൽ ആരംഭിക്കുന്നു. ദീപാവലി ഏത് മാസത്തിലാണ്? തുലാം മാസത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. അപ്പോൾ ദീപാവലി ഏത് മാസത്തിലാണ്? തുലാം മാസത്തിലാണ്. അപ്പോൾ ദീപാവലി ഏത് മാസത്തിലാണ്? തുലാം മാസത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. അടുത്ത് മണ്ഡലകാലം മഹോത്സവം എന്നാണ് നമുക്കറിയാം. വൃശ്ചിക മാസത്തിലാണ് മണ്ഡലകാലം എന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ മണ്ഡലകാല മഹോത്സവം ഏത് മാസത്തിലാണ്? വൃശ്ചിക മാസത്തിലാണ്. വിളക്കിലെ തിരി ഏത് ദേവനെ കുറിക്കുന്നു? അത് നമ്മുടെ ശിവനെയാണ് കുറിക്കുന്നത്. അപ്പോൾ വിളക്കിലെ തിരി ഏത് ദേവനെ കുറിക്കുന്നു? അത് ശിവനെയാണ് വിളക്കിലെ തിരി കുറിക്കുന്നത്. കിഴക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ത്? എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ കിഴക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കൊന്നും കൂടി ഈ ചോദ്യങ്ങൾ നോക്കാം. ഓണാഘോഷം ഏത് മാസത്തിലാണ്? ചിങ്ങമാസത്തിലാണ്.
നവരാത്രി മഹോത്സവം ആഘോഷിക്കുന്നത് കന്നിമാസത്തിലാണ്. ദീപാവലി ഏത് മാസത്തിലാണ്? തുലാം മാസത്തിലാണ് ദീപാവലി. മണ്ഡലകാല മഹോത്സവം ആരംഭിക്കുന്നത് നമുക്കറിയാം വൃശ്ചിക മാസത്തിലാണ്. വിളക്കിലെ തിരി ഏത് ദേവനെ കുറിക്കുന്നു? തിരി നമ്മുടെ ശിവ ഭഗവാനെയാണ് കുറിക്കുന്നത്. കിഴക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ത്? എന്ത് ഗുണമാണ്? ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു. ഓക്കെയാണല്ലോ. അടുത്ത ചോദ്യം, പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ത്? എന്ത് ഗുണമാണ്? കടബാധ്യത തീരും. അപ്പോൾ പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? കടബാധ്യത തീരും. ഓക്കെയാണല്ലോ. പടിഞ്ഞാറ് നോക്കി കഴിഞ്ഞാൽ കടബാധ്യത തീരുമെന്നാണ് വിശ്വാസം. അടുത്ത്, വടക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം സമ്പത്ത് വർധനയാണ്. അപ്പോൾ വടക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം സമ്പത്ത് വർധന. വടക്കോട്ട് നോക്കി നമ്മൾ വിളക്ക് കത്തിച്ചാൽ എന്താണ്? സമ്പത്ത് വർധന. അടുത്ത്, തെക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? അങ്ങനെ വിളക്ക് കത്തിക്കാൻ പാടില്ല. അപ്പോൾ തെക്ക് ദിക്ക് നോക്കിയിട്ട് വിളക്ക് കത്തിക്കാൻ പാടുണ്ടോ? പാടില്ല. അടുത്ത്, നിലവിളക്കിൽ ഇടുന്ന തിരിയിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ത് കൊണ്ടുണ്ടാക്കിയ തിരിയാണ്? അത് പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരിയാണ്. നമ്മളിപ്പോൾ നോർമലി എല്ലാവരും ഏകദേശം ആൾക്കാരും കോട്ടൺ കൊണ്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിലവിളക്കിൽ ഇടുന്ന തിരിയിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്? പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരിയാണ് നിലവിളക്കിൽ ശ്രേഷ്ഠം. നമ്മുടെ നിലവിളക്കിൽ ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത്, ചുവപ്പ് തിരിയിൽ വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? ചുവപ്പ് തിരിയിൽ വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം വിവാഹ തടസ്സം നീങ്ങലാണ് ആ ഒരു ഇത് പറയുന്നത്. അപ്പോൾ ചുവപ്പ് തിരിയിൽ വിളക്ക് കത്തിച്ചാൽ എന്ത് ഗുണമാണ്? വിവാഹ തടസ്സം നീങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചുവപ്പ് തിരിയിൽ വിളക്ക് കത്തിച്ചാൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങും. അടുത്ത്, മഞ്ഞത്തിരിയിൽ വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം അത് മാനസിക ദുഃഖ നിവാരണങ്ങൾ മാറുന്നു. അപ്പോൾ മഞ്ഞത്തിരിയിൽ വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? മാനസിക ദുഃഖ നിവാരണം ഇല്ലാതാകുന്ന പ്രക്രിയയാണ് മഞ്ഞത്തിരിയിൽ വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്. അടുത്ത്, ഒറ്റത്തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? മഹാവ്യാധിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒറ്റത്തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? മഹാവ്യാധിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒറ്റത്തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നോർമലി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ കോവിലിൽ പോകുന്നതിന് മുമ്പ് ഈ ഒരു ഇതേപോലെയുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇതേപോലത്തെ നോട്ടുകളൊക്കെ വായിച്ചിട്ട് പോകണം. കാരണം ഇതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് അറിയാൻ വളരെ ചാൻസ് കുറവുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പോകാം. അപ്പോൾ പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ കടബാധ്യത തീരും. വടക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർധനവുണ്ടാവും. തെക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിക്കാൻ പാടുണ്ടോ? ഇല്ല. നിലവിളക്കിലിടുന്ന തിരിയിൽ ഏറ്റവും ശ്രേഷ്ഠം പഞ്ഞി കൊണ്ടുണ്ടാക്കിയ തിരിയാണ്. ചുവപ്പ് തിരിയിൽ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ വിവാഹ തടസ്സം നീങ്ങുമെന്നാണ് വിശ്വാസം. മഞ്ഞത്തിരിയിൽ വിളക്ക് കത്തിച്ചാൽ മാനസിക ദുഃഖ നിവാരണം. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? ഒറ്റത്തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? മഹാവ്യാധിയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, രണ്ട് തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? രണ്ട് തിരിയിട്ട ദീപം അത് ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? ധനലാഭത്തെയാണ് രണ്ട് തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത്. അടുത്ത്, തിരുവാതിര ആഘോഷം ഏത് മാസത്തിൽ? ധനുമാസത്തിലാണ്. അപ്പോൾ ധനുമാസത്തിലെ തിരുവാതിര എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ തിരുവാതിര ആഘോഷം എന്നാണ് ധനുലാണ്. തൈപ്പൂയം നടക്കുന്ന മാസം എപ്പോഴാണ്? മകരമാസത്തിലാണ്. അപ്പോൾ തൈപ്പൂയ കാവടിയാട്ടം. അപ്പോൾ നമ്മുടെ തൈപ്പൂയം നടക്കുന്ന മാസം ഏതാണ്? മകരമാസത്തിലാണ് തൈപ്പൂയം നടക്കുന്നത്. അടുത്ത്, ശിവരാത്രി ആഘോഷം ഏത് മാസത്തിലാണ്? കുംഭമാണ്. കുംഭം. നമ്മുടെ ശിവരാത്രി ആഘോഷം ഏത് മാസത്തിലാണ്? കുംഭമാസത്തിലാണ് ശിവരാത്രി ആഘോഷം. തൃക്കാർത്തിക ആഘോഷിക്കുന്ന മാസം വൃശ്ചികമാണ്. അപ്പോൾ തൃക്കാർത്തിക ആഘോഷിക്കുന്ന മാസം ഏതാണ്ട? വൃശ്ചികമാണ്. അപ്പോൾ തൃക്കാർത്തിക ആഘോഷിക്കുന്ന മാസം ഏതാണ്? വൃശ്ചികമാണ്. അടുത്ത്, നിലവിളക്കിൻ്റെ അടിഭാഗം ഏത് ദേവനെ കുറിക്കുന്നു? അടിഭാഗം നമ്മുടെ നിലവിളക്കിൻ്റെ അടിഭാഗമാണ് ഏത് ദേവനെ കുറിക്കുന്നു? ബ്രഹ്മാവിനെ കുറിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ നിലവിളക്ക് കാണുമ്പോൾ ഓരോ ദൈവം നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് നോക്കിയിട്ട് ആ ഒരു നിലവിളക്ക് ഓർമ്മിക്കുക. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ, തിരിശിവൻ, അതേപോലെ തന്നെ പല കളറിൽ നമ്മൾ കത്തിച്ച് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, അതിൻ്റെ താഴ്ഭാഗം, അതിൻ്റെ കഴുത്ത് ഭാഗം, അതിൻ്റെ മുകളിലത്തെ ഭാഗം, ആ ഒരു റൗണ്ട്, ഇതൊക്കെ ഏതൊക്കെ ദേവനെയാണ് നമ്മൾ കാണുന്നതെന്ന് എന്ത് ചെയ്യുക? മനസ്സിൽ കാണുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നിലവിളക്കിൻ്റെ അടിഭാഗം ഏത് ദേവനെ കുറിക്കുന്നു? ബ്രഹ്മാവിനെയാണ് നിലവിളക്കിൻ്റെ അടിഭാഗം കുറിക്കുന്നത്. അടുത്ത്, നിലവിളക്കിൻ്റെ തണ്ട് ഏത് ദേവനെ കുറിക്കുന്നു? വിഷ്ണുവിനെയാണ് കുറിക്കുന്നത്. അപ്പോൾ നിലവിളക്കിൻ്റെ തണ്ട് ഏത് ദേവനെ കുറിക്കുന്നു? വിഷ്ണു ഭഗവാനെയാണ് നിലവിളക്കിൻ്റെ തണ്ട് കുറിക്കുന്നത്.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. 2 തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? ധനലാഭത്തെ സൂചിപ്പിക്കുന്നു. തിരുവാതിര ആഘോഷം ധനുമാസത്തിലാണ്. തൈപ്പൂയം നടക്കുന്ന മാസം മകരമാസം. ശിവരാത്രി ആഘോഷം കുംഭമാസത്തിലാണ്. തൃക്കാർത്തിക ആഘോഷിക്കുന്നത് വൃശ്ചിക മാസത്തിലാണ്. നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. സ്പീഡിൽ പോയാൽ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ തീരുള്ളൂ. അടുത്ത് നിലവിളക്കിൻ്റെ അടിഭാഗം ഏതേവനെയാണ്? നമ്മുടെ ബ്രഹ്മാവ് അടിഭാഗം ബ്രഹ്മാവ്. അടുത്ത് നിലവിളക്കിൻ്റെ തണ്ട് ഏതേവനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ വിഷ്ണു ഭഗവാനെയാണ് നിലവിളക്കിൻ്റെ തണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത് നിലവിളക്കിൻ്റെ മുകൾ ഭാഗം ഏത് ദേവനെ കുറിക്കുന്നു? ശിവഭഗവാനെയാണ് കുറിക്കുന്നത്. അപ്പോൾ നിലവിളക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം നമ്മുടെ ശിവഭഗവാനെയാണ് കുറിക്കുന്നത്. അടുത്ത് നിലവിളക്കിൻ്റെ നാളം ഏത് ദേവതയെ കുറിക്കുന്നു? നാളം, നമ്മുടെ നിലവിളക്കിൻ്റെ ആ ഒരു നാളം ലക്ഷ്മി ദേവിയാണ് കുറിക്കുന്നത്. ഈ നാളത്തിൽ തന്നെ പല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചവർക്ക് അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിലവിളക്കിൻ്റെ നാളം ഏത് ദേവതയെ കുറിക്കുന്ന? നാളം ലക്ഷ്മി ദേവിയാണ് നിലവിളക്കിൻ്റെ നാളം കുറിക്കുന്നത്. അടുത്ത് നിലവിളക്കിൻ്റെ പ്രകാശം അത് സരസ്വതി ദേവിയാണ്. നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും നിലവിളക്കിൻ്റെ ആ ഒരു പ്രകാശം നമ്മൾ ഏത് ദേവിയെ കുറിക്കുന്നു? സരസ്വതി ദേവിയാണ് നിലവിളക്കിൻ്റെ പ്രകാശം കുറിക്കുന്നത്. അടുത്ത് നിലവിളക്കിൻ്റെ നാളത്തിൻ്റെ ചൂട്, നമ്മൾ നിലവിളക്കിൻ്റെ ആ നാളം കത്തുമ്പോൾ ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂട് ഏത് ദേവതയെ കുറിക്കുന്നു? അത് പാർവതി ദേവിയാണ്. അപ്പോൾ നിലവിളക്കിൻ്റെ നാളത്തിൻ്റെ ആ ഒരു ചൂട് പാർവതി ദേവിയാണ് കുറിക്കുന്നത്. അടുത്ത് വിളക്കിലെ ഇന്ധനം ഏത് ദേവനെ കുറിക്കുന്നു? അത് നമ്മുടെ വിഷ്ണു ഭഗവാനെയാണ് വിളക്കിലെ ഇന്ധനം കുറിക്കുന്നത്. അപ്പോൾ വിളക്കിലെ ഇന്ധനം ഏത് ദേവനെ കുറിക്കുന്നതാ? വിഷ്ണു ഭഗവാനെയാണ് വിളക്കിലെ ആ ഒരു ഇന്ധനം കുറിക്കുന്നത്. നമ്മളിങ്ങനെ ഈ ഒരു ചോദ്യം പറയുമ്പോൾ നിങ്ങൾ വിളക്ക് ഓർമ്മിക്കുക, അറിയാലോ, ഓർമ്മിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉത്തരം നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അടുത്ത് 4 തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ 4 തിരിയിട്ട ദീപം ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 4 തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? ദാരിദ്ര്യത്തെയാണ് 4 തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത്. അടുത്ത് 5 തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? ദുരിതങ്ങളൊഴിഞ്ഞ സൗഖ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 5 തിരിയിട്ട ദീപം ദുരിതങ്ങളൊഴിഞ്ഞ സൗഖ്യവും, 5 കുറഞ്ഞ് 4 കഴിഞ്ഞാൽ എന്താണ്? അത് ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിലവിളക്കിൻ്റെ മുകൾ ഭാഗം ശിവനെയാണ് കുറിക്കുന്നത്. നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയാണ്. ആ ഒരു നാളത്തിൻ്റെ പ്രകാശം സരസ്വതി ദേവിയാണ്. ആ ഒരു നാളത്തിലെ ചൂട് പാർവതി ദേവിയാണ്. ആ വിളക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് ദേവനെ കുറിക്കുന്നു? വിഷ്ണു ഭഗവാനെയാണ് കുറിക്കുന്നത്. 4 തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? ദാരിദ്ര്യത്തെയാണ് 4 തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത്. 5 തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു? ദുരിതങ്ങളൊഴിഞ്ഞ സൗഖ്യത്തെയാണ് 5 തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് അശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണം എന്താണ്? നമ്മൾ അശുഭകരമാണെങ്കിൽ ആ ദീപജ്വാലയുടെ ലക്ഷണം എന്താണ്? ഈ വിറയലാണ്. വിറയലോടും ഇരട്ട ജ്വാലയോടും ശബ്ദത്തോടും കത്തുക. അപ്പോൾ അശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണം അത് ഒരു വിറയലോടും അല്ലെങ്കിൽ ഒരു ഇരട്ട ജ്വാലയോടും ശബ്ദത്തോടും കത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അശുഭകരമായ ജ്വാലയാണെങ്കിൽ ഒരു വിലങ്ങൽ അല്ലെങ്കിൽ ഒരു വിറയൽ, ഒരു ഇരട്ട ജ്വാല അല്ലെങ്കിൽ എന്താണ് ഒരു ശബ്ദത്തോടും കൂടി കത്തുന്ന ജ്വാലയാണെന്ത്? നമ്മുടെ അശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണം. അടുത്ത് നിലവിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം ഏത് ദിക്കിൽ നിന്നും തുടങ്ങണം? ഏത് ദിക്കിൽ നിന്നാണ്? കിഴക്ക് നിന്ന് പ്രദക്ഷിണമായിട്ടാണ് നിലവിളക്ക് കൊളുത്തേണ്ടത്. അപ്പോൾ നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം കിഴക്ക് നിന്ന് പ്രദക്ഷിണമായിട്ട് എന്ത് ചെയ്യണം? നിലവിളക്ക് കൊളുത്തണം. ഓക്കെ ആണല്ലോ. അടുത്ത് ദീപമണയ്ക്കാൻ ഉത്തമമായി കരുതുന്ന മാർഗമേത്? വസ്ത്രം കൊണ്ട് വീശിക്കെടുത്തുന്നതോ പുഷ്പം ഉപയോഗിച്ച് അണയ്ക്കുന്നതോ? അപ്പോൾ നമ്മൾ ദീപം അണയ്ക്കാനായിട്ട് ഉത്തമമായി കരുതുന്ന മാർഗം ഏതാണ്? പല രീതിയിൽ ആൾക്കാർ അണയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉത്തമം എന്ന് പറയുന്നത് ഏതാണ്? വസ്ത്രം കൊണ്ട് വീശി കിടത്തുന്നതോ പുഷ്പം ഉപയോഗിച്ച് അണയ്ക്കുന്നതോ ആണ് ഉത്തമമായി കരുതുന്ന മാർഗമെന്ന് പറയുന്നത്. അപ്പോൾ ദീപം അണയ്ക്കുവാനായിട്ട് ഉത്തമമായി കരുതുന്ന മാർഗം വസ്ത്രം കൊണ്ട് വീശിക്കെടുത്തുന്നതോ പുഷ്പം ഉപയോഗിച്ച് അണയ്ക്കുന്നതോ ആണ്. അടുത്ത ചോദ്യം, തള്ളവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? ആകാശത്തിനെയാണ് കുറിക്കുന്നത്. അപ്പോൾ നമ്മുടെ തള്ളവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നതാ? ആകാശത്തെയാണ് തള്ളവിരൽ പഞ്ചഭൂതങ്ങളിൽ കുറിക്കുന്നത്. അടുത്ത് ചൂണ്ടുവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? വായുവിനെയാണ്.
അപ്പോൾ ചൂണ്ടുവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? വായുവിനെയാണ് ചൂണ്ടുവിരൽ പഞ്ചഭൂതങ്ങളിൽ കുറിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് പെരുവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? പെരുവിരൽ അഗ്നിയെയാണ് കുറിക്കുന്നത്. അപ്പോൾ പെരുവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? അഗ്നിയെയാണ് പെരുവിരൽ പഞ്ചഭൂതങ്ങളിൽ കുറിക്കുന്നത്. അപ്പോൾ ചൂണ്ടുവിരൽ പഞ്ചഭൂതങ്ങളിൽ വായുവിനെയും പെരുവിരൽ എന്താണ്? അഗ്നിയെയാണ് കുറിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണം എന്താണ്? വിറങ്ങലോടും ഇരട്ട ജ്വാലയിലും ശബ്ദത്തോടും കൂടി കത്തുക. അടുത്ത് പറഞ്ഞത് നിലവിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം ഏത് ദിക്കിൽ നിന്ന് തുടങ്ങണം? കിഴക്ക് നിന്ന് പ്രദക്ഷിണമായിട്ട് കൊളുത്തണം. ദീപം അണയ്ക്കാൻ ഉത്തമമായി കരുതുന്ന മാർഗം ഏതാണ്? വസ്ത്രം കൊണ്ട് വീശി കെടുത്തുക, അല്ലെങ്കിൽ എന്താണ്? പുഷ്പം ഉപയോഗിച്ച് അണയ്ക്കുന്നതാണ്. അടുത്ത് തള്ളവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? ആകാശത്തെയാണ് തള്ളവിരൽ പഞ്ചഭൂതങ്ങളിൽ കുറിക്കുന്നത്. ചൂണ്ടുവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? വായുവിനെയാണ് ചൂണ്ടുവിരൽ കുറിക്കുന്നത്. അടുത്ത് പറഞ്ഞ എന്താണ്? പെരുവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? അഗ്നിയെയാണ് പെരുവിരൽ കുറിക്കുന്നത്. അടുത്ത ചോദ്യമാണ് മോതിരവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? മോതിരവിരൽ അത് ജലമാണ്. അപ്പോൾ മോതിരവിരൽ പഞ്ചഭൂതങ്ങളിൽ ഏതാണ്? ജലത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മോതിരവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? ജലത്തിനെ കുറിക്കുന്നു. അവിടെ നമ്മുടെ ചെറുവിരലുണ്ടോ? ചെറുവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? ഭൂമിയെയാണ് കുറിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ വിരലൊക്കെ വെച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ. അപ്പോൾ ചെറുവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? ഭൂമിയെയാണ് ചെറുവിരൽ പഞ്ചഭൂതങ്ങളിൽ കുറിക്കുന്നത്. അടുത്ത് നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ അധിദേവൻ ആരാണ് നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ അധിദേവൻ? നമ്മുടെ വിഷ്ണു ഭഗവാനാണ്. പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ അധിദേവൻ ആരാണ്? നമ്മുടെ മഹാവിഷ്ണുവാണ്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ അധിദേവനേത്? പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ അധിദേവൻ ആരാണ്? അത് ബ്രഹ്മാവാണ്. അപ്പോൾ നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ അധിദേവൻ ആരാണ്? നമ്മുടെ ബ്രഹ്മാവാണ്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ അധിദേവൻ ആര്? അഗ്നിയുടെ ആരാണ് പഞ്ചഭൂതങ്ങളിൽ? നമ്മുടെ ശിവനാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ അധിദേവൻ ആരാണ്? അത് ശിവനാണ്. പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അധിദേവൻ അത് രുദ്രനാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അധിദേവൻ ആരാണ്? അത് രുദ്രനാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അത് അഗ്നിയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത ആരാണ്ട? അഗ്നിയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. മോതിരവിരൽ പഞ്ചഭൂതങ്ങളിൽ ഏതാണ്? ജലമാണ്. ചെറുവിരൽ പഞ്ചഭൂതങ്ങളിൽ ആരാണ്? ഭൂമിയാണ്. പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ അധിദേവൻ നമ്മുടെ മഹാവിഷ്ണുവാണ്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ അധിദേവൻ ബ്രഹ്മാവാണ്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ അധിദേവൻ ശിവനാണ്. പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അധിദേവൻ രുദ്രനാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവതയാരാണ്? അത് അഗ്നിയാണ്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, കാർത്തിക നക്ഷത്രമുള്ളവർ ഗൃഹത്തിൽ ഏത് വിളക്ക് കൊളുത്തണം? പഞ്ചമുഖ നെയ് വിളക്കാണ് കൊളുത്തേണ്ടത്. അപ്പോൾ ഒരു കാർത്തിക നക്ഷത്രമുള്ള ഒരാളാണ് എങ്കിൽ അവർ വീട്ടിൽ ഏത് വിളക്ക് കൊളുത്തണം? അവിടെ പഞ്ചമുഖ നെയ് വിളക്കാണ് വീട്ടിൽ കൊളുത്തേണ്ടത്. അപ്പോൾ കാർത്തിക നക്ഷത്രമുള്ളവർ വീട്ടിലേത് വിളക്ക് കൊളുത്തണം? പഞ്ചമുഖ നെയ് വിളക്ക് കൊളുത്തണം. അടുത്ത് ദീപം എന്ന പദം രൂപം കൊണ്ടത് എങ്ങനെ? നമ്മുടെ ദീപം എന്ന പദം എങ്ങനെ രൂപം കൊണ്ടു? ദീയതേ ദീർഘമായുഷ്യം എന്നതിലെ ദീ ശബ്ദവും പാതി മൃതോർഗതാഭയാൽ എന്നതിലെ പാ ശബ്ദവും കൂടിച്ചേർന്നാണ്. വലിയൊരു വാക്കാണ്. അപ്പോൾ ദീപം എന്ന പദം രൂപം കൊണ്ടത് എങ്ങനെയാണ്? ദീയതേ ദീർഘമായുഷ്യം എന്നതിലെ ദീ എന്ന് പറയുന്ന ശബ്ദവും പാതി വല്ലാത്തൊരു പേരാണ് മൃത്യോർഗ ആ ഒരു പേരും എന്നതിലെ പാ ശബ്ദവും കൂടി ചേർന്നിട്ടാണ് ദീപം എന്ന പദം രൂപം കൊണ്ടത്. ഒരു വലിയൊരു പേരാണ് പോട്ടെ. അപ്പോൾ ദീപം എന്ന പദം രൂപം കൊണ്ടത് ഇത്രയും ആ ഒരു സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വല്ലാത്തൊരു പേരാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ. അടുത്ത് വിളക്കിൽ ദീപം എരിയുമ്പോൾ സൂക്ഷ്മമായി ധ്വനിക്കുന്ന നാദമേത്? എല്ലാവർക്കും അറിയാം ഏതാണ്? നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നാദം എന്ന് പറയുന്ന ഓംകാരമാണ്. വളരെയധികം പ്രത്യേകതയുള്ള ആ ഒരു ശബ്ദമാണ് ഓംകാരം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് യൂട്യൂബിലോ എവിടെയാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഈ ഓംകാരത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പണ്ടോട്ടേ ഓംകാരം എന്ന് പറയുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന കാര്യമാണ്.
അപ്പോൾ വിളക്കിൽ ദീപം എരിയുമ്പോൾ സൂക്ഷ്മമായി ധ്വനിക്കുന്ന നാദമാണ് നമ്മുടെ ഓംകാരമെന്ന് പറയുന്നത്. ഓംകാരത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. അടുത്ത് ദീപങ്ങൾക്ക് മാത്രമായി ആഘോഷിക്കുന്ന ഉത്സവം. എല്ലാവർക്കും അറിയാം ദീപാവലിയാണ്. ദീപങ്ങളുടെ ഉത്സവം ഏതാണ്? നമ്മുടെ ദീപാവലിയാണ്. വിളക്കിനെ രണ്ടായി തരംതിരിച്ചാൽ അവയ്ക്ക് പറയുന്ന പേര്. ഒന്ന് അലങ്കാര വിളക്കെന്നും ഒന്ന് അനുഷ്ഠാന വിളക്കെന്നും. അപ്പോൾ വിളക്കിനെ നമ്മൾ രണ്ടായി തരംതിരിച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് പറയുന്ന പേരെന്തൊക്കെയാണ്? ഒന്ന് അലങ്കാര വിളക്കെന്നും മറ്റേന്താണ് അനുഷ്ഠാന വിളക്കെന്നും. പൂജാകാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിളക്കാണ് അലങ്കാര വിളക്ക്. നമുക്ക് ആ വാക്കിൽ തന്നെ മനസ്സിലാവും. പൂജാകാര്യങ്ങളിൽ അലങ്കാര വിളക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഏതായിരിക്കും? അനുഷ്ഠാന വിളക്കായിരിക്കും ഉപയോഗിക്കേണ്ടത്. പൂജാകാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിളക്കാണ് ഇത്, നമ്മുടെ അലങ്കാര വിളക്ക്. നമുക്കൊന്നുകൂടി പറയാം. കാർത്തിക നക്ഷത്രമുള്ളവർ ഗൃഹത്തിൽ ഏത് വിളക്ക് കൊളുത്തണം? പഞ്ചമുഖ നെയ്വിളക്ക് കൊളുത്തണം. ദീപം എന്ന പദരൂപം കൊണ്ടത് നിങ്ങൾ എന്ത് വായിച്ചു നോക്കുക, വല്ലാത്തൊരു വേടാണ്, നമുക്കത് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ദീയതേ ദീർഘമായുഷ്യം എന്നതിലെ ദീ ശബ്ദവും പാതി മൃത്യോൽഖ താത്ഭയാൽ എന്നതിലെ പാ ശബ്ദവും കൂടി ചേർന്ന ആ ഒരു സംഭവമാണ് നമ്മുടെ ദീപം എന്ന പദം രൂപം കൊണ്ടത്. അത് കഴിഞ്ഞ് പറഞ്ഞത് വിളക്കിൽ ദീപം എരിയുമ്പോൾ സൂക്ഷ്മമായി ധ്വനിക്കുന്ന നാദം ഓംകാരമാണ്. ഓംകാരം ദീപങ്ങൾക്ക് മാത്രമായി ആഘോഷിക്കുന്ന ഉത്സവമാണ് നമ്മുടെ ദീപാവലി എന്ന് പറയുന്നത്. ഒരു വിളക്കിനെ രണ്ടായി തരംതിരിച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് പറയുന്ന പേര് അലങ്കാര വിളക്കെന്നും അനുഷ്ഠാന വിളക്കെന്നും. പൂജാകാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിളക്കാണ് ഇത് അലങ്കാര വിളക്കെന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, നിലവിളക്ക് കൊളുത്തുന്ന രണ്ട് സമയങ്ങൾ എപ്പോഴൊക്കെയാണ്? ബ്രാഹ്മമുഹൂർത്തവും ഗോധൂളി മുഹൂർത്തവും. അപ്പോൾ നിലവിളക്ക് കൊളുത്തുന്ന രണ്ട് സമയങ്ങൾ ഏതൊക്കെ സമയങ്ങളാണ്? ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തവും ഗോധൂളി മുഹൂർത്തവും. അടുത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം. എന്ത് ഗുണമാണ്? വിദ്യാപ്രാപ്തി. നമുക്ക് പഠിക്കുന്ന ആ സമയത്ത് ആൾക്കാർ നമ്മുടെ ടീച്ചർമാരും എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബ്രഹ്മമുഹൂർത്തത്തിൽ കഴിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോഴിരുന്ന് പഠിക്കണം. ഓക്കെ. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? വിദ്യാപ്രാപ്തിയാണ്. അടുത്ത് ഗോധൂളി മുഹൂർത്തത്തിൽ വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം, അത് ഐശ്വര്യമാണ്. അപ്പോൾ ഗോധൂളി മുഹൂർത്തത്തിൽ വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? അത് ഐശ്വര്യമാണ്. അടുത്ത് ശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണം. ഒരു ദീപജ്വാല ശുഭകരമാണ് എങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം ശ്രദ്ധിക്കുക, ഈ ചോദ്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണം എന്താണ്? വിറയലില്ലാത്ത നല്ല പ്രകാശത്തോടെ നിശബ്ദമായി സ്വർണ്ണ നിറത്തോടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ആ ഒരു തീജ്വാലയാണെന്ത്? നമ്മുടെ ശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണമെന്ന് പറഞ്ഞത്. എന്ന് പറയുമ്പോൾ നല്ല കാറ്റത്ത് കൊണ്ടുവച്ച് അങ്ങനെ എങ്കിൽ പിന്നെ ആടി വിലയും. നമ്മൾ നോർമൽ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണമാണ് വിറയലില്ലാത്ത നല്ല പ്രകാശത്തോടെ നിശബ്ദമായി സ്വർണ്ണ നിറത്തോടെ ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ശുഭകരമായ ദീപജ്വാലയുടെ ലക്ഷണം. അടുത്ത് അശുഭകരമായിരിക്കുന്ന ദീപജ്വാല നമ്മൾ പറഞ്ഞെന്താണ്? ഒരു വിറയലോടും ഇരട്ട ജ്വാലയോടും ശബ്ദത്തോടും കത്തുന്ന ആ ഒരു പ്രതീതിയാണ്. അടുത്ത് നിലവിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം ഏത് ദിക്കിൽ നിന്ന് തുടങ്ങും? നമ്മൾ പറഞ്ഞപ്പോൾ എവിടെ നിന്നാണ്? കിഴക്ക് നിന്ന് പ്രദക്ഷിണമായിട്ട് കൊളുത്തണമെന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിലവിളക്ക് കൊളുത്തുന്ന രണ്ട് സമയങ്ങളാണ് ബ്രഹ്മമുഹൂർത്തവും ഗോധൂളി മുഹൂർത്തവും. ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം വിദ്യാപ്രാപ്തിയാണ്. ഗോധൂളി മുഹൂർത്തത്തിൽ എന്താണ്? അപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം കിട്ടും. ശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണം ഒരു വിറയലുമില്ലാത്ത നല്ല പ്രകാശത്തോടെ നല്ല സ്വർണ്ണ നിറത്തോടെ ഇരിക്കുന്ന ആ ഒരു കത്തുന്ന പ്രകാശമാണ് ശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണം. അശുഭകരമായിരിക്കുന്ന ദീപജ്വാല എന്താണ്? നല്ല വിറയലോടും ഇരട്ട ജ്വാലയുടെ ശബ്ദത്തോടും കത്തുന്ന ജ്വാല. അടുത്ത് നിലവിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം ഏത് ദിക്കിൽ നിന്ന് തുടങ്ങണം? കിഴക്ക് നിന്ന് പ്രദക്ഷിണമായി കൊളുത്തണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. എന്താണ്? ദീപമണയ്ക്കാൻ ഉത്തമമായി കരുതുന്ന മാർഗം വസ്ത്രം കൊണ്ട് വീശിക്കെടുത്തുന്നതോ പുഷ്പം ഉപയോഗിച്ച് അണയ്ക്കുന്നതോ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എന്താണ്? തള്ളവിരൽ പഞ്ചഭൂതങ്ങളിൽ എന്തിനെ കുറിക്കുന്നു? നിങ്ങൾക്കൊരു റിവിഷൻ പോലെ നമുക്ക് പിന്നെയും പോകാം. എന്താണ്? ആകാശത്തെയാണ് തള്ളവിരൽ കുറിക്കുന്നത്. ചൂണ്ടുവിരൽ ഏതാണ്? ചൂണ്ടുവിരൽ വായുവിനെയാണ് കുറിക്കുന്നത്. പെരുവിരൽ ഏതിനെ കുറിക്കുന്നു? അഗ്നിയാണ് പെരുവിരൽ കുറിക്കുന്നത്. പെരുവിരൽ ഏതിനെ കുറിക്കുന്നു? അഗ്നിയാണ്. പഞ്ചഭൂതങ്ങളിൽ പെരുവിരൽ അഗ്നി. അടുത്ത പഞ്ചഭൂതങ്ങളിൽ മോതിരവിരൽ എന്തിനെ കുറിക്കുന്നു? ജലത്തെയാണ്. മോതിരവിരൽ ജലത്തെയാണ് കുറിക്കുന്നത്. പഞ്ചഭൂതങ്ങളിലെ ചെറുവിരൽ ഏതിനെ കുറിക്കുന്നു? നമ്മുടെ ഭൂമിയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ അതിദേവൻ ആരാണ്? അത് ബ്രഹ്മാവാണ്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ അതിദേവൻ ആരാണ്? ബ്രഹ്മാവാണ്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ അതിദേവൻ ആരാണ്? അത് ശിവനാണ്.
അപ്പോൾ നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ അതിദേവൻ ആരാണ്? അത് ശിവനാണ്. അതേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്താണ്? പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അതിദേവൻ ആരാണ്? അത് രുദ്രനാണ്. വായുവിൻ്റെ അതിദേവൻ ആരാണ്? അത് രുദ്രനാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ദീപം അണയ്ക്കാൻ ഉത്തമമായി കരുതുന്ന മാർഗ്ഗം വസ്ത്രം കൊണ്ട് വീശി അണയ്ക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പുഷ്പം ഉപയോഗിച്ച് അണയ്ക്കുക. തള്ളവിരൽ പഞ്ചഭൂതങ്ങളിൽ ആകാശത്തെ കുറിക്കുന്നു. ചൂണ്ടുവിരൽ പഞ്ചഭൂതത്തിൽ എന്തിനെ കുറിക്കുന്നു? വായുവിനെ കുറിക്കുന്നു. പെരുവിരൽ പഞ്ചഭൂതത്തിൽ എന്തിനെ കുറിക്കുന്നു? അഗ്നിയെ കുറിക്കുന്നു. മോതിരവിരൽ പഞ്ചഭൂതത്തിൽ ജലത്തെ കുറിക്കുന്നു. ചെറുവിരൽ പഞ്ചഭൂതത്തിൽ ഭൂമിയെ കുറിക്കുന്നു. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ അതിദേവനാണ് ബ്രഹ്മാവ്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ അതിദേവൻ ശിവനാണ്. പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അതിദേവൻ ആരാണ്? നമ്മുടെ രുദ്രനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നോക്കിയത്. ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് ആർക്കുണ്ടാത്ത കാര്യങ്ങൾ എഴുതിയെടുത്ത് പഠിച്ച് പോവുക. ഓക്കെ ആണല്ലോ?